സമ്പന്നർ പോലും ക്യൂ നിൽക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ചികിത്സിക്കണമെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അപ്പോളോ ആശുപത്രിയിൽ പോകണം, അല്ലെങ്കിൽ പിന്നെ അമേരിക്കയിൽ പോകണം. സെക്രട്ടേറിയറ്റിൽ എക്കാലവും ഏറ്റവും കുത്തഴിഞ്ഞ ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ഏറ്റവും കുത്തഴിഞ്ഞ ഓഫീസ് എന്ന് പറയുന്നത് DHSന്റെ ഓഫീസാണ്. കഴിവില്ലാത്ത കാര്യപ്രാപ്തിയില്ലാത്ത ആളുകളാണ് ആരോഗ്യമന്ത്രിമാരായിട്ട് വരിക. എപ്പോഴും ഈ ആരോഗ്യവകുപ്പ് സമുദായക്കാരായ മന്ത്രിമാർക്ക് വേണമെന്ന് ചോദിച്ചു വാങ്ങിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ വകുപ്പ് മെഡിക്കലല്ല മേഡിക്കലാണ് എന്നാണ് നമ്മുടെ ലോരപ്പൻ നമ്പാട് ഉള്ള കാലത്ത് അദ്ദേഹം പറഞ്ഞു. സത്യമാണോ ഈ പറയുന്നത്? എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? ഇനി അതിന്റെ ഭാഗമായ ഒരു അതൃപ്തി ഉണ്ടായാൽ ആ അതൃപ്തി മാധ്യമങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ, അതല്ലെങ്കിൽ കേരളത്തെ വലിയ തോതിൽ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം പുറത്തുവിട്ടാൽ അത് നാം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം തെറ്റായ ചിത്രീകരണത്തിനടിയാകും. ഒരു ഗവൺമെന്റിനെ മുഴുവൻ താറടിക്കുക, മഹാ സംഭവം നടന്നിരിക്കുന്നു, മഹാ അപരാധം ചെയ്തിരിക്കുന്നു, ഗവൺമെന്റ് പൈസ കൊടുക്കുന്നില്ല. ആ ഡോക്ടറെ ചെയ്തത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ചെയ്തു എന്നുള്ളത് ശരിയാണെങ്കിൽ അത് ഇരിക്കുന്ന സ്ഥാനത്ത് യോജിച്ചതല്ല ചെയ്തു. ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തോടെ ഡോക്ടർ ഹാരിസിനെ തള്ളാനുള്ള കൃത്യമായ സന്ദേശം എല്ലാവർക്കും കിട്ടിയോ? അതിൻ്റെ പ്രതിഫലനമായിരുന്നോ ഇതുവരെ ചേർത്ത് നിർത്തിയവർ ഇന്ന് ഈ രീതിയിൽ സംസാരിച്ചു തുടങ്ങിയത്? വിനു, അങ്ങനെ ചേർത്ത് നിർത്തലൊന്നും ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകാലം കൊണ്ട് നേടിയെടുത്ത ഒരു വലിയ പേരുണ്ട്. അഴിമതിക്കാരനല്ലാത്ത പൊതു ആരോഗ്യരംഗത്ത് വലിയ കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ വസ്തുതാപരമല്ല എന്ന് പറയാനും ഇവർക്ക് കഴിയാത്തത് കൊണ്ട് അത് ഒരൊറ്റപ്പെട്ട സംഭവമായി ചിത്രീകരിച്ച് അത് ഡോക്ടറുടെ ഒരു വൈകാരിക വിക്ഷോഭം എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത്. ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഒരു വലിയ രീതിയിൽ സമൂഹം ഏറ്റെടുക്കുകയും പ്രതിപക്ഷം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ അദ്ദേഹത്തെ പിന്നീട് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക, ഇനി അദ്ദേഹത്തിന്റെ ദുഷ്ടലാക്കുകളൊക്കെ ആരോപിക്കപ്പെടും. അദ്ദേഹത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന കച്ചവട താല്പര്യങ്ങളൊക്കെ ആരോപിക്കപ്പെടും. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിലാന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ഇന്നലെ മുഖ്യമന്ത്രി കണ്ണൂരിൽ ഈ ഡോക്ടറെ പരോക്ഷമായി തള്ളിപ്പറഞ്ഞതോടെ ഒരു രക്ഷാപ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണോ? തീർച്ചയായിട്ടും ഇതിൻ്റെ തുടർ ചലനങ്ങളുണ്ടാവും. വീണ ജോർജിനെ തന്നെ മുഖ്യമന്ത്രി അധികം വൈകാതെ ശാസിക്കും. അവർ മുമ്പ് പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കുക. ഞാൻ മുമ്പ് പറഞ്ഞതല്ല ഇപ്പം പറയുന്നതാണ് അതിൻ്റെ ശരി എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നത് കേൾക്കാനായിട്ട് നമ്മൾ അധികം സമയം താമസമുണ്ടാകും. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ആദ്യത്തെ വെളിപ്പെടുത്തൽ ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതാണ് ഏതാണ്ട് ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷിൻ്റെ ഭാഗത്തും അതുപോലെ സജി ചെറിയാൻ, ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രി പൂങ്കവന്മാരുടെ ഭാഗത്തുനിന്നും പിന്നെ SFI DYFI മുതലായ വിപ്ലവ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഭാഗത്ത് നോക്കുന്നുണ്ടാകും എന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ശോഭ കെടുത്തുന്ന ഒരു പ്രതികരണമാണ് ഈ ഡോക്ടർ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതിൽ ശരിയോട്ടോ തെറ്റണോ എന്നുള്ളതല്ല, അദ്ദേഹം പറഞ്ഞത് സത്യമാണോ അല്ലോ എന്നുള്ളതല്ല. പക്ഷേ ഇങ്ങനെ സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും മൊത്തത്തിൽ അതിൻ്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തിയ ഡോക്ടർക്ക് നിനക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ടടാ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഇനിയിപ്പോൾ സർവീസിൽ തുടരാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിൻ്റെ പേരിൽ ശിക്ഷാ നടപടി ഉണ്ടാകാം. അതല്ലെങ്കിൽ ഈ DYFIക്കാരുടെ ഭാഗത്ത് രക്ഷാപ്രവർത്തനം ഉണ്ടാകാനും സാധ്യത. രണ്ടായാലും അദ്ദേഹത്തിൻ്റെ കാര്യം വളരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ പ്രശ്നം അവിടെ തന്നെ തുടരുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല. കാരണം എന്താ വെച്ചാൽ മിക്കവാറും എല്ലാ ആശുപത്രികളിലും എല്ലാ മെഡിക്കൽ കോളേജുകളിലും ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് തൊട്ടപ്പുറത്ത് ഇങ്ങനൊരു സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പാലക്കാട് മെഡിക്കൽ കോളേജിൽ എന്തായിരിക്കും സ്ഥിതി, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. നിന്റെ ദാത്തിന് എല്ലില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്.
പ്രസംഗം വേണ്ട. എന്താ നിന്റെ തീരുമാനം? അതാ എനിക്ക്. കോട്ടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് അന്വേഷിച്ചാൽ ഒരു സംശയവും വേണ്ട. ഈ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ പോരായ്മയാണ് നമ്മുടെ സംവിധാനം. മാറ്റി പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ. പാട്ടി സെക്രട്ടേറിയറ്റിൽ എക്കാലവും ഏറ്റവും കുത്തഴിഞ്ഞ ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ഏറ്റവും കുത്തഴിഞ്ഞ ഓഫീസ് എന്ന് പറയുന്നത് DHSൻ്റെ ഓഫീസാണ്. ചരിത്രാതീത കാലം മുതൽക്ക് അങ്ങനെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. എപ്പോഴും കഴിവില്ലാത്ത കാര്യപ്രാപ്തിയില്ലാത്ത ആളുകളാണ് ആരോഗ്യമന്ത്രിമാരായിട്ട് വരും. വേണ്ടായിരുന്നു. പിന്നെ ഈ വകുപ്പിൽ ഭയങ്കര അഴിമതിയാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഈ ഡോക്ടർമാരുടെ ട്രാൻസ്ഫർ, അപ്പോയിൻമെൻറ്റിനും പോസ്റ്റിങ്ങിനൊക്കെ അതിഭയങ്കരമായ അഴിമതിയാണ്. നമ്മുടെ സമുദായ ഉടമസ്ഥൻ എപ്പോഴും ഈ ആരോഗ്യവകുപ്പ് സമുദായക്കാരായ മന്ത്രിമാർക്ക് വേണമെന്ന് ചോദിച്ചു വാങ്ങിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ വകുപ്പ് മെഡിക്കലല്ല മേഡിക്കലാണ് എന്നാണ് നമ്മുടെ ലോരപ്പൻ നമ്പാട് ഉള്ള കാലത്ത് അദ്ദേഹം പറയും. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. ശ്രീ ജയശങ്കർ, നമ്മുടെ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞത് ഇത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ഈ സിസ്റ്റം ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ സിസ്റ്റത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെയല്ലേ നമ്മൾ മന്ത്രിമാരെന്ന് വിളിക്കുന്നത്? കഴിഞ്ഞ 9 വർഷമായി ആദ്യം ടീച്ചറമ്മയും പിന്നീട് കുഞ്ഞമ്മയും ഒക്കെയല്ലേ ഈ സിസ്റ്റത്തിൻ്റെ തലപ്പത്തിരിക്കുന്നത്. പിന്നെ ആരാണ് ഇതിന് സമാധാനം പറയേണ്ടത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. അല്ല, സിസ്റ്റത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ശരിക്കും അവർ തന്നെയാണോ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ വീണ ജോർജ് തത്വത്തിൽ ആരോഗ്യമന്ത്രിയാണെങ്കിൽ ആരോഗ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ ഫയലൊക്കെ കൈകാര്യം ചെയ്താരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ വ്യത്യസ്തമാണ്. നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. നിന്റെ അത്യാഗ്രഹം കണ്ടാ കിട്ടാനുള്ളതും കൂടെ കിട്ടാതെ പോയത്. മറ്റെല്ലാ വകുപ്പിലും മന്ത്രിമാരെ കാണുമ്പോൾ സെക്രട്ടറിമാരെ എഴുന്നേറ്റിരിക്കും, ആരോഗ്യവകുപ്പിൽ സെക്രട്ടറിയെ കാണുമ്പോൾ മന്ത്രി എഴുന്നേറ്റിരിക്കും എന്നൊരു ഫലിതം കഴിഞ്ഞ കുറേ കാലമായിട്ട്, കഴിഞ്ഞ 4 കൊല്ലമായിട്ട് തിരുവനന്തപുരത്തും. ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതാണ്. പിന്നെ അവരെ പൊക്കാൻ ആളുണ്ടായിരുന്നു, ഇവരെ പരിഹസിക്കാനായിരുന്നു ആളുകൾ കൂടുതൽ എന്നൊക്കെയാണ്. വീണ ജോർജ് വന്നപ്പോൾ രണ്ടുമില്ലാണ്ടായി. പരിഹാസം മാത്രമായി, ഗുണഫലങ്ങളുമില്ല, പരിഹാസം മാത്രം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ. സംവിധാനത്തിന്റെ പ്രശ്നമാണ്, അത് മറ്റാരോ പരിഹരിക്കേണ്ടതാണെന്ന് ഇവർ നിർലജ്ജം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പരിഹരിക്കേണ്ട വിഷയമാണെങ്കിൽ പോലും കുറച്ചുകൂടെ അവധാനതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ നിലയ്ക്ക് അദ്ദേഹം സ്വീകരിക്കേണ്ടത്. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ബിനു, ആ മന്ത്രി പറഞ്ഞു നോക്ക്, കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കണമായിരുന്നു. ആ ഡോക്ടർ ഫേസ്ബുക്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി അദ്ദേഹം പറഞ്ഞതെന്താണ്, മകന്റെ പ്രായമുള്ള ഒരു കുട്ടിയുടെ ഓപ്പറേഷൻ മാറ്റിവെക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഈ മന്ത്രിമാരെന്താണ് പറയുന്നത്? അപ്പോൾ കുറച്ച് ദിവസം കൂടെ ആ ഓപ്പറേഷൻ നടക്കാതെ പോകണമെന്നായിരുന്നു. ഈ പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ലേ വിമാനത്തിലൊക്കെ ഉപകരണങ്ങൾ എത്തിയത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ ഗവൺമെന്റ് ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും കേരളത്തിലെ ആരോഗ്യവകുപ്പ് എല്ലാം ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും പറയുന്ന ഒരു നെറേറ്റീവ് ഉണ്ട്. അവിടെയാണ് ഈ പ്രശ്നം. 100% ഞാൻ യോജിക്കുന്നു. ശ്രീ ലാൽ, ലോകത്തിലെ ഏറ്റവും വലിയ സംവിധാനങ്ങളെന്നാണ് ഇന്ന് മന്ത്രിമാരൊക്കെ പ്രസംഗിച്ചത്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് സമ്പന്നർ പോലും ക്യൂ നിൽക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ചികിത്സിക്കണമെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അപ്പോളോ ആശുപത്രിയിൽ പോകണം, അല്ലെങ്കിൽ പിന്നെ അമേരിക്കയിൽ പോകണം. മന്ത്രിമാർക്കൊക്കെ അവിടെ പോകണം, ഒന്നുകിൽ കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പോകണം. നമ്മുടെ മന്ത്രിമാർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഈ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിന്റെ കണക്ക് നമ്മളൊന്ന് എടുത്താൽ മതി. എല്ലാം കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയിലാണ്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും. കാരണം നമ്മുടെ ഖജനാവിൽ നിന്നാണ് ഇവർക്കെല്ലാം ചികിത്സയ്ക്കുള്ള പണം ഈ സ്വകാര്യ ആശുപത്രികൾക്ക്, അത് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇവർ സർക്കാർ ആശുപത്രികളിൽ പോയാൽ ഏറ്റവും മികച്ച, ഇന്നലെ ആരോഗ്യമന്ത്രി എണ്ണം ഇട്ട് പറയുന്നുണ്ടല്ലോ, അവരൊക്കെ അതുകൊണ്ട് അവരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും ഈ സർക്കാർ ആശുപത്രികളിൽ പോകണം. അത് ശരിയാ. ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു, ഞാൻ തിരുവനന്തപുരത്തേക്ക് വരും, അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരണം, അവിടുത്തെ സൗകര്യങ്ങൾ ഞാൻ കാണിച്ചു തരാമെന്ന്. മന്ത്രി വന്നു. മാധ്യമപ്രവർത്തകർ ഇന്ന് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കാത്തു നിന്നെങ്കിലും മാധ്യമപ്രവർത്തകരെ കാണാതെ കാറിൽ കയറി മന്ത്രി പോവുകയായിരുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. മന്ത്രി ദയവായി മാധ്യമപ്രവർത്തകരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് കൊണ്ടുപോകണം. മന്ത്രി നിശ്ചയിച്ച ഏതെങ്കിലും സ്ഥലത്തേക്കല്ല, ആ മെഡിക്കൽ കോളേജിൽ മുഴുവൻ നടന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളെ ആരോഗ്യമന്ത്രി അനുവദിക്കണം.
എന്താ ഉറക്കം വരുന്നു. തമിഴ്നാടിന്റെ മുന്നിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി.